വൈകാതെ തന്നെ അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് സ്കെലോണി നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. മിക്കവാറും നമുക്ക് തിരുവനന്തപുരത്തേക്ക് കൂടി പോവേണ്ടതുണ്ട്. അവിടെ ഗോകുൽനാഥ് ചേരുകയാണ്. ഗോകുൽ, എന്താണ് തിരുവനന്തപുരത്തെ ഒരു ആവേശം? ആരാണ് കൂടെയുള്ളത്? എന്തായാലും വലിയ ആവേശ തിരയിളക്കമാണ് തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ലോ കോളേജ് ജംഗ്ഷനിലാണ് വൻ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടം മുതൽ അങ്ങേ അറ്റം വരെ, ലോ കോളേജ് ജംഗ്ഷൻ ഒരു ഭാഗം മുതൽ അങ്ങേ അറ്റത്തെ റോഡ് വരെ ഫുൾ വലിയ ജനത്തിരക്കാണ്. ഒരാളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. വിനീഷേട്ടാ, പ്രതീക്ഷ ഇല്ല, എന്തായാലും ഫൈനലിന്റെ അതേ നല്ല ടെൻഷനുള്ള കളി തന്നെയാണ്. എപ്പോഴും അർജന്റീനയുടെ കളി ടെൻഷനാണ്. സ്പെയിന് വളരെ നന്നായിട്ട് കളിക്കുന്നു. മാക്സിമം ബോള് സ്ഥിരം എന്താണോ സ്പെയിൻ ചെയ്യുന്നത് അതേ കളി തന്നെ കളിക്കുന്നു. ബോളുകൾ കൊടുക്കാതെ തന്നെ കളിക്കുന്നു. എന്നാലും ഈ മറ്റേതെങ്കിലും ടീമായിരുന്നെങ്കിൽ ഇപ്പോൾ 2 ഗോളെങ്കിലും തിരിച്ച് കയറേണ്ട ഒരു സമയം കഴിഞ്ഞു. പക്ഷേ അർജന്റീന വളരെ കൃത്യമായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. തിരിച്ചൊരു കൗണ്ടർ അറ്റാക്ക് ഉള്ള ഒരു സമയമായിരിക്കും സെക്കൻഡ് ഹാഫ് എന്നാണ് കരുതുന്നത്. എന്തായാലും മികച്ച കളിയാണ് സ്പെയിൻ കളിക്കുന്നത്. അടക്കമുള്ളവർ പറയുന്നത്, അതായത് സ്പെയിൻ ഈസിയായി കളിച്ച് ജയിച്ച് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. അല്ല, അത് സ്പെയിന് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പല ടീമുകളും അങ്ങനെ പറഞ്ഞപ്പോഴും അർജന്റീന തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കളിയിൽ സ്പെയിൻ ഒരു എഡ്ജ് തന്നെയാണ് കളിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അതിനൊന്നും അറിയുന്നില്ല. ഞങ്ങൾ ഫുട്ബോൾ ആസ്വദിക്കുന്നു. അർജന്റീന ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു, കപ്പുകൾ പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ അർജന്റീന ഫാൻസ്. അർജന്റീനയുടെ ഫുട്ബോളാണ്, അർജന്റീന ഫുട്ബോൾ സൗന്ദര്യമാണ്. ഞങ്ങൾ എത്ര തന്നെ തോൽവികൾ ഉണ്ടായാലും അർജന്റീനയുടെ കൂടെ തന്നെ നിൽക്കും. നിമിഷങ്ങൾക്കുള്ളിൽ മിശിഹായിൽ ഒരു ഗോൾ പിറക്കും. മിശിഹ അവതരിക്കേണ്ട സമയമാകുമ്പോൾ അവതരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളതിന് വെയിറ്റ് ചെയ്യാണ്. ഇനി അങ്ങനെ ഇല്ലെങ്കിലും എത്രയോ മനോഹാരിതകൾ, ഏറ്റവും മനോഹര നിമിഷങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച ഞങ്ങളുടെ മിശിഹയെ ഞങ്ങൾ ജീവനുള്ളിടത്തോളം കാലം ഞങ്ങൾ നെഞ്ചേറ്റു. ഗോൾഡൻ ബൂട്ട് മെസ്സിക്ക് കിട്ടുമോ? അല്ല, ഈ പറയുന്നത് ഇതൊക്കെ കളിയാണ്. ഇനി 45 മിനിറ്റ് ഉണ്ട്, ഫുട്ബോളാണ്. ഈ 45 മിനിറ്റിലൊക്കെ പല അത്ഭുതങ്ങളും സംഭവിക്കാം. ഏതിലാണ് എഡ്ജ്? യമാലിന് കൈമാറുമോ മെസ്സി അത് തുടരുമോ എന്നുള്ളത് നമുക്ക് കാണാം. എന്ത് സംഭവിച്ചാലും നല്ല ഫുട്ബോളാണ് കാണുന്നത്. എന്തായാലും വലിയ ശുഭപ്രതീക്ഷയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. അർജന്റീനൻ ആരാധകരുടെ വലിയൊരു നിര തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സ്പെയിൻ ആരാധകർ താരതമ്യേന കുറവാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ ഇനി 45 മിനിറ്റ് കൂടെ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ തന്നെ മിശിഹായിൽ നിന്നൊരു ഗോൾ പിറക്കും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്, ഏവർക്കും ഉണ്ട്. ബ്രോ, എങ്ങനെയാ പ്രതീക്ഷ? എങ്ങനെയാ? പൊളി. എന്തായാലും സ്പെയിൻ ജയിക്കും. സ്പെയിൻ ജയിക്കും എന്നാണോ? അടിയായി കേട്ടോ. സ്പെയിൻ ആണോ അർജന്റീന ആണെന്ന് വെച്ചാൽ ഒരാൾ പറയും സ്പെയിൻ ജയിക്കും, മറ്റൊരാൾ അർജന്റീന ഫാനാണ്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് തിരുവനന്തപുരം ഉള്ളത്. അതായത് അർജന്റീന ജയിക്കുമെന്ന് ഒരു പക്ഷവും സ്പെയിൻ ജയിക്കുമെന്ന് മറ്റൊരു പക്ഷവും. പക്ഷേ ഏറിയ പങ്കും അർജന്റീന ഫാൻസ് ആരാധകരാണെന്നുള്ളതാണ്. ഇപ്പോൾ മിശിഹായിൽ നിന്നൊരു ഗോൾ പിറക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഏറിയ പങ്ക് ആളുകളും പ്രതീക്ഷിക്കുന്നുണ്ട്. 45 മിനിറ്റ് സമയം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും അതിനുള്ളിൽ ഒരു ഗോൾ പിറക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ ജനസഞ്ചയം ആകമാനമുള്ളത്. അടുത്ത 45 മിനിറ്റുകൾ, ഏറെ നിർണായകമായ 45 മിനിറ്റ്. ആ സമയത്തിനിടയിൽ ഗോളുകൾ വരുമോ, ആരാണ് വിശ്വകിരീടം ചൂടുന്നത് എന്നറിയാനുള്ള നിർണായകമായ 45 മിനിറ്റുകളാണ് ഇനി വരാനിരിക്കുന്നത്. ശരിക്കും സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവർ പന്ത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫൈനൽ തേർഡിലേക്കുള്ള പന്ത് എത്തിക്കലുള്ള ഒരു പ്രശ്നങ്ങൾ, നല്ല പാസുകൾ ഫൈനൽ തേർഡിലേക്ക് വരുന്നില്ല. അതിന് മുൻപ് നല്ല പാസുകൾ വരുന്നുണ്ട്. അർജന്റീനയുടെ ഡിഫൻസിനെ മുറിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു ഫിനിഷിംഗിലേക്കോ അല്ലെങ്കിൽ ഫൈനൽ തേർഡിലേക്കുള്ള നല്ല പന്തുകളിലേക്കോ അത് എത്തുന്നില്ല എന്നുള്ളതാണ്. മറുവശത്ത് അർജന്റീൻ ഫോർവേഡ്സിന് ആ രീതിയിൽ തന്നെയാണ്. നമുക്ക് അവരുടെ ടച്ചുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആൽവാരസ് ഇതുവരെ 5 തവണ മാത്രമാണ് പന്ത് ടച്ച് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മെസ്സിയും നിക്കോ ഗോൺസാലസും മറ്റ് 2 താരങ്ങളെ പറയുകയാണെങ്കിൽ 2 പേരും 6 തവണ മാത്രമാണ് പന്ത് ടച്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഫോർവേഡുകൾക്ക് മുന്നേറ്റ നിരയിൽ കളിക്കുന്ന താരങ്ങളിലേക്ക് പന്ത് എത്തുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി മാറുന്നുണ്ട്. ഉറപ്പായിട്ടും ഇതാ സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ പോവുകയാണ്. 45 മിനിറ്റ് ദൂരം കൂടി നിശ്ചിത സമയത്ത് തീരുമെന്ന് കരുതുന്നുണ്ടോ മത്സരം? നിശ്ചിത സമയത്ത് തീരുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം എപ്പോഴും ആ മാജിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു 80 മിനിറ്റിന് ശേഷം. അത് ആരായാലും, ഒരുപക്ഷെ സ്പെയിൻ ആകാം അല്ലെങ്കിൽ അർജന്റീന ആകാം, എങ്കിൽ പോലും ഒരു മാജിക്ക് അവിടെ പ്രതീക്ഷിക്കും. മെസ്സി ഷിഫ്റ്റ് നേരത്തെ ചെയ്ത് കഴിഞ്ഞു. സാധാരണ ഒരു ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു റൈറ്റ് ഫ്ലാങ്കിലേക്കുള്ള ഷിഫ്റ്റ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ മെസ്സി ഫസ്റ്റ് ഹാഫിന്റെ അവസാന നിമിഷങ്ങളിൽ തന്നെ അവർ ഷിഫ്റ്റിംഗ് ആരംഭിച്ചു. ശരിക്കും ആദ്യ പകുതിയിലോ അല്ലെങ്കിൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിലോ സ്പെയിൻ ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞാലാണ് അർജന്റീന കുറച്ചുകൂടി ഉണരുക എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ കളികളിലൊക്കെ കണ്ടത് അങ്ങനെയാണ്. പക്ഷേ കഴിഞ്ഞ കളികളിലൊക്കെയുള്ള എതിരാളികളെ പോലെയല്ല സ്പെയിൻ എന്നുകൂടി കാണണം. കാരണം ഈ ടൂർണമെന്റിൽ ഒരേ ഒരു ഗോൾ മാത്രമാണ് സ്പെയിൻ വഴങ്ങിയിട്ടുള്ളത്. മറുവശത്ത് അർജന്റീന 6 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് അർജന്റീന എന്നുള്ള കാര്യം കൂടി ഓർക്കണം. പക്ഷേ 19 ഗോൾ അടിച്ചിട്ടുണ്ട്. 2 ടീമുകളുടെയും ഗോൾ വ്യത്യാസം 12 ആണ് എന്ന് കാണുക. കാരണം മറുവശത്ത് 13 ഗോൾ അടിച്ചു, 1 ഗോൾ വഴങ്ങി 12 ആണ്. 19 ഗോൾ അടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 6 ഗോൾ വഴങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടി നോക്കേണ്ടതുണ്ട്. ഏതായാലും
ഏതായാലും വീണ്ടും രണ്ടാം പകുതിയിലേക്ക് തുടങ്ങാൻ പോവുകയാണ്. താരങ്ങളൊക്കെ തന്നെ ഈ മൈതാനത്തേക്ക് ഇറങ്ങുന്നു. ഏതായാലും ലയണൽ മെസ്സി അടക്കമുള്ള സംഘം രണ്ടാം പകുതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും, അതുപോലെ തന്നെ സ്പെയിനിന്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക എന്നു കൂടി നമ്മൾ ഈ ഒരു നിമിഷത്തിൽ കാണേണ്ടതുണ്ട്. നമുക്ക് രണ്ടാം പകുതിയിലേക്ക് ഇനി പോകേണ്ടതുണ്ട്.